പി ആർ സുനിൽ ആദ്യം അളിയൻ, ഇപ്പോൾ ഇതാ പ്രദീപ്. വളരെ വിചിത്രമായ വാദങ്ങളൊക്കെയാണ് നമ്മൾ രണ്ട് ഘട്ടത്തിലും കേട്ടത്. ഇന്നലെ ദേവസ്വം വകുപ്പ് മന്ത്രിയുടെ പ്രതികരണവും നമ്മൾ കേട്ടിരുന്നു. കള്ളൻ്റെ ദൗർബല്യങ്ങൾ അറിയാവുന്ന ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് നന്നായിരിക്കും എന്നാണ് ഇന്നലെ പറഞ്ഞത്. അത്ഭുതപ്പെട്ടു പോയിട്ടു അങ്ങനൊരു പ്രതികരണം കണ്ടപ്പോൾ. ഇന്ന് പറഞ്ഞത് അങ്ങനെയല്ല, ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് നല്ല ക്രിമിനൽ ലോയറാണെങ്കിലും രാജിവെക്കാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അളിയൻ്റെ കാര്യത്തിലും ആദ്യം പറഞ്ഞിരുന്നത് മികച്ച പൊതുപ്രവർത്തകരാണ്, നിയമപരമായി അത് നിലനിൽക്കുന്ന അപ്പോയിൻമെൻ്റ് ആണെന്ന് പറയുന്നു. ഒടുവിൽ എൻ്റെ സൽപ്പേരിന് കളങ്കം വരുത്താത്ത രീതിയിൽ അദ്ദേഹം രാജിവെച്ചൊഴിയുന്നു എന്ന് പറയുന്നു. തുടരുന്ന യു ടേണുകളാണോ? 26 ദിവസമായി ഈ സർക്കാർ ചുമതലയേറ്റിട്ട് മെയ് 18-ാം തീയതിയാണ് സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തത്. ഇന്ന് 26-ാം ദിവസമാണ്. 20-ാം ദിവസം ഒരു രാജിയുണ്ടായി. ഇന്ന് 26-ാം ദിവസം രണ്ടാമത്തെ രാജിയുണ്ടായി. അതിപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആദ്യ രാജി അളിയനാണ്. അത് സണ്ണി ജോസഫിൻ്റെ, വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫിൻ്റെ അളിയനെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു. അത് പിന്നീട് വലിയ വിവാദമായി. ബന്ധു നിയമന വിവാദം ഉയർന്നതിനെ തുടർന്ന് ആ രാജി നിർബന്ധമായി ഒടുവിൽ രാജിവെക്കേണ്ടി വന്നു. രണ്ടാമത്തെ രാജി ഇപ്പോൾ ഗവൺമെൻറ് പ്ലീഡർ, അത് ദേവസ്വം വകുപ്പിലാണ് ആ നിയമനം നടത്തിയത്. ആ നിയമനവും ഇപ്പോൾ വിവാദമായി. ഇന്നലെ റിപ്പോർട്ടർ TV ആണ് ആ വാർത്ത പുറത്തു കൊണ്ടുവന്നത്. ഇന്ന് 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. കാരണം അതൊരു അധാർമിക തീരുമാനമായിരുന്നു, അതൊരു ധാർമ്മികമല്ലാത്ത തീരുമാനമായിരുന്നു. അത് ഇന്നലെ നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിലടക്കം ശക്തമായി തന്നെ അത് ഉന്നയിച്ചതാണ്, ചൂണ്ടിക്കാണിച്ചതാണ്. രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. ഒന്ന്, ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്ത വലിയ വിവാദമായ, കോൺഗ്രസ് വലിയ രാഷ്ട്രീയ വിഷയമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ശക്തമായി ഉയർത്തിയ സ്വർണ്ണക്കൊള്ള കേസിൽ അവിടെ സ്വർണം കട്ടവരുടെ അഭിഭാഷകനായി കോടതിയിൽ ഹാജരായ ഒരു വ്യക്തിയാണ് ഈ KB പ്രദീപ് എന്ന് പറയുന്നത്. അദ്ദേഹം, അഭിഭാഷകർ പല കേസുകളിലും ഹാജരാകാറുണ്ട്. പക്ഷേ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട്. അത് പരിഗണിച്ചില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ സർക്കാരിൻ്റെ ഈ രാജി വാങ്ങാനുള്ള, അല്ലെങ്കിൽ ഇദ്ദേഹം രാജിവെച്ച ഈ ഒരു തീരുമാനത്തിലേക്ക് നയിച്ച പ്രധാനപ്പെട്ട ഒരു നിലപാട് എന്ന് പറയുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായത്. മറ്റേത് എങ്ങനെയും സർക്കാരിന് പറഞ്ഞു നിൽക്കാം. കാരണം അഭിഭാഷകർ അങ്ങനെയാണ്, എല്ലാ വശത്തെയും കേസുകൾ ഹാജരാകും. ഇതിപ്പോൾ അറ്റോർണി ജനറൽ KK വേണുഗോപാൽ, അദ്ദേഹം UPA സർക്കാരിൻ്റെ കാലത്ത് ആ സർക്കാരിന് വേണ്ടി അഭിഭാഷകനായിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൽ അദ്ദേഹം അറ്റോർണി ജനറൽ ആയിട്ടുണ്ട്. അപ്പോൾ അഭിഭാഷകർ അങ്ങനെയൊക്കെ തീരുമാനമെടുക്കും. അഭിഭാഷകർ അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ അഭിഭാഷകർ പല പോസ്റ്റുകളിലും എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയമാണെന്ന് പ്രശ്നം. ഒരു സർക്കാരിന് സാങ്കേതികമായി മാത്രം ഒരു തീരുമാനമെടുക്കാൻ പറ്റില്ല. ഒരു സർക്കാരിന് രാഷ്ട്രീയം നോക്കിക്കൂടിയേ തീരുമാനമെടുക്കാൻ പറ്റുള്ളൂ. ഈ അഭിഭാഷകനായ KB പ്രദീപ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു മോദി ഭക്തനാണ്. മോദിയെ ദ ഗ്രേറ്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ്. മാത്രമല്ല രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന ആളാണ്. രാഹുൽ ഗാന്ധി വിദേശത്ത് പോയി പ്രധാനമന്ത്രി അവഹേളിക്കുന്നുവെന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പരസ്യമായി പോസ്റ്റ് ഇടുകയും അത് പങ്കുവയ്ക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകനെ എങ്ങനെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഒരു ഗവൺമെൻറ് പ്ലീഡറായി നിയമിക്കുക എന്നത്? അതും ദേവസ്വം വകുപ്പിൽ വലിയ വിവാദ കേസുകൾ നിലനിൽക്കുന്ന ഒരു വകുപ്പിൽ. ആ കേസിൽ ഇനി എങ്ങനെയാണ് അദ്ദേഹം വാദങ്ങൾ നിരത്തുക? എങ്ങനെയാണ് പ്രതികൾക്ക് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകൻ ഈ നേരെ അപ്പുറത്ത് സർക്കാരിൻ്റെ ഭാഗങ്ങൾ നിരത്താൻ പോകുന്നത്? സ്വർണം കട്ടിട്ടില്ല എന്ന് വാദിച്ച ഒരു അഭിഭാഷകൻ പിന്നീട് സ്വർണം കട്ടു എന്ന് എങ്ങനെയാണ് വാദിക്കാൻ പോകുന്നത്? ഇനി അദ്ദേഹം ഈ കേസിൽ ഹാജരാകുന്നില്ല എങ്കിൽ പോലും അദ്ദേഹം എന്ത് ഉപദേശമാണ് ഇനി മറ്റ് അഭിഭാഷകർക്ക് നൽകുക? ഇതൊക്കെയാണല്ലോ ഉയർന്ന ചോദ്യം. ഏതായാലും ഈ ഒരു വിവാദങ്ങൾക്ക് പിന്നാലെ ആ അഭിഭാഷകൻ്റെ ആ ഗവൺമെൻറ് പ്ലീഡർ പോസ്റ്റിൽ നിന്നുള്ള രാജി മുഖ്യമന്ത്രി എഴുതി വാങ്ങിയിരിക്കുന്നുവെന്നാണ് എൻ്റെ ചോദ്യം. എന്തിനാണ് ഇദ്ദേഹത്തെ നിയമിച്ചത്? ആരാണ് ഇദ്ദേഹത്തെ നിയമിക്കാൻ ഉപദേശം നൽകിയത്? ഈ നിയമനത്തിലൂടെ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു? K മുരളീധരനാണല്ലോ ദേവസ്വം മന്ത്രി. അദ്ദേഹം പറഞ്ഞു വകുപ്പ് അറിഞ്ഞിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പ്രസ്താവന വളരെ ക്ലിയറാണ്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി, അദ്ദേഹത്തിൻ്റെ വകുപ്പ് അറിഞ്ഞിട്ടില്ല ഈ നിയമനം, മുഖ്യമന്ത്രിക്ക് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ദേവസ്വം വകുപ്പിൻ്റെ എല്ലാ ചുമതലയും എല്ലാ നടപടികളും മുഖ്യമന്ത്രിയുടെ നിയന്ത്രണത്തിൽ മാത്രമാക്കാൻ ദേവസ്വം മന്ത്രിയായ K മുരളീധരൻ തീരുമാനിച്ചു എന്നതാണ്. പാർട്ടി അറിഞ്ഞിട്ടില്ല എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. ഏത് പാർട്ടി പോലും അറിഞ്ഞിട്ടില്ല, പാർട്ടിക്കറിയില്ല. KPCC അധ്യക്ഷനായ സണ്ണി ജോസഫ്, സംസ്ഥാന വൈദ്യുതി മന്ത്രിയായ സണ്ണി ജോസഫ് പറയുന്നു പാർട്ടി അറിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇന്ന് ലോയേഴ്സ് കോൺഗ്രസ്, സാധാരണ കോൺഗ്രസിൻ്റെയൊക്കെ തന്നെ ഇത്തരം നിയമനം വരുമ്പോൾ ലോയേഴ്സ് കോൺഗ്രസിൻ്റെയൊക്കെ ഒരു അഭിപ്രായം എടുക്കാം. പക്ഷേ അവരും അറിഞ്ഞിട്ടില്ല, അവരും ഇതിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ശ്രീ VD സതീശൻ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി VD സതീശൻ, ഈ KB പ്രദീപ് എന്ന് പറയുന്ന ആളെ ദേവസ്വം വകുപ്പിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് എന്നൊരു വലിയ ചോദ്യമോട്
അവശേഷിക്കുകയാണ്. നോക്കൂ എത്ര വിവാദങ്ങളാണ് ഈ ഒരു 26 ദിവസത്തിനുള്ളിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ആദ്യം ചൂണ്ടിക്കാണിച്ച ഈ അളിയൻ വിവാദം, ഇപ്പോൾ ഇതാ ഗവൺമെൻറ് പ്ലീഡർ നിയമനം, ഇതുപോലെ തന്നെ ഈ ഗവൺമെൻറ് സ്റ്റാൻഡിംഗ് കൗൺസിൽ നിയമനമായിക്കോട്ടെ, പ്ലീഡർമാരുടെ നിയമനമായിക്കോട്ടെ, അഭിഭാഷകരുടെ നിയമനമായിക്കോട്ടെ, ഇതൊക്കെ വലിയ വിവാദമായി ഇപ്പോഴും തുടരുകയാണ്. ഒരുപാട് പേർ പരാതിയുമായി ചെല്ലുകയാണ്. അതായാലും ഇവിടെയൊക്കെ തന്നെ എന്താണ് സംഭവിക്കുന്നത് എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഇവിടുത്തെ രാഷ്ട്രീയ ഉദ്ദേശം എന്താണ് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ സംശയമുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്നത് സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ്. ബി ജെ പിക്കെതിരെ ഞങ്ങളിതാ ഫൈറ്റ് ചെയ്യാൻ പോകുന്നു. ബി ജെ പിക്കെതിരെ ബി ജെ പിയുമായി ഇവിടെ സി പി എമ്മും ബി ജെ പിയും ഒക്കെ തന്നെ ഇവിടെ ഒരു സഖ്യമുണ്ടാക്കിയിരിക്കുന്നു, ഇവിടെ ഒരു ഡീൽ ഉണ്ടാക്കിയിരിക്കുന്നു, ഇവിടെ ബി ജെ പിയും സി പി എമ്മും പരസ്പരം വോട്ട് മറിക്കുകയാണ് എന്നൊക്കെ വലിയ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചുകൊണ്ട് അധികാരത്തിൽ വന്നൊരു സർക്കാർ സംഘപരിവാറുകാരനായ ബി ജെ പിക്കാരനായ ഒരു അഭിഭാഷകനെ ഗവൺമെൻറ് പ്ലീഡറായി നിയമിക്കുകയാണ്. എന്ത് നീതിയാണുള്ളത്? എന്താണ് ഇതിൽ വിശദീകരണം? മുഖ്യമന്ത്രി ഇതുവരെ മിണ്ടിയിട്ടില്ല. മുഖ്യമന്ത്രി വ്യക്തമാക്കണം എന്ത് സാഹചര്യത്തിലാണ്, ആരാണ് ഇങ്ങനെ ഒരു ഉപദേശം നൽകിയത് എന്ന്. ഏതായാലും ഈ സർക്കാരിൻ്റെ നോക്കൂ, ഇപ്പോൾ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അതിലും സംശയമാണ്. പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പറയുകയാണ്, കേന്ദ്ര സർക്കാരിൽ നിന്ന് പണം വാങ്ങി, പി എം ശ്രീയുടെ പണം വാങ്ങി, അതുകൊണ്ട് ഇനി പദ്ധതിയുമായി മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അതായത് പി എം ശ്രീയിൽ നിന്ന് 92 കോടി രൂപ സംസ്ഥാന സർക്കാർ, അതായത് കഴിഞ്ഞ LDF സർക്കാർ പി എം ശ്രീയിൽ ഒപ്പുവെച്ചു എന്ന് മാത്രമല്ല, കേന്ദ്ര സർക്കാരിൽ നിന്ന് പി എം ശ്രീയുടെ ആദ്യ ഗഡു പണം വാങ്ങിയെന്ന്, ആ പണം വാങ്ങിയതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് മുന്നോട്ട് പോകണം. യഥാർത്ഥത്തിൽ സത്യപ്രതിജ്ഞാ ലംഘനമാണ്, കളവാണ് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത്. കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കി അങ്ങനെ ഒരു പണം നൽകിയിട്ടില്ല, SSKയുടെ ഫണ്ടാണ് നൽകിയത്. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറയുകയാണ് പി എം ശ്രീയുടെ പണം വാങ്ങി. അപ്പോൾ പി എം ശ്രീ നടപ്പാക്കണം എന്ന് ഈ സർക്കാരിന് നിർബന്ധമാണ്. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് എന്തിനാണ് നിങ്ങൾ പി എം ശ്രീക്കെതിരെ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചത്? ഇതൊരു സംഘപരിവാർ അജണ്ടയാണ്. ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി സംഘപരിവാർ അജണ്ടകൾ പഠിപ്പിക്കാൻ വേണ്ടിയുള്ള പി എം ശ്രീ പദ്ധതി ഈ കേരളത്തിൽ നടപ്പാക്കാൻ അനുവദിക്കില്ല. ഇത് CPM BJP ഡീലാണ് എന്ന് നിങ്ങൾ ഈ കേരളത്തിൽ വലിയ പ്രചരണം ഉന്നയിച്ചുവല്ലോ. അപ്പോൾ ആ പ്രചരണം എന്തിനായിരുന്നു? അപ്പോൾ ഉയരുന്ന വലിയ രാഷ്ട്രീയ ചോദ്യമാണിത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, ഈ ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനം, അതായത് BJP അനുകൂലിയായ ഗവൺമെൻറ് പ്ലീഡറുടെ നിയമനം എന്തിന് എന്ന് ചോദിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പി എം ശ്രീ പദ്ധതി നടപ്പാക്കി മാത്രമേ മുന്നോട്ട് പോകാനാകൂ എന്നുള്ള രാഷ്ട്രീയ നിലപാട് എങ്ങനെയാണ് കോൺഗ്രസ്സിന് എടുക്കാൻ കഴിയുന്നത്? ആരോഗ്യവകുപ്പ് നോക്കൂ, ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഒന്നും ഈ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രതിസന്ധിയെക്കുറിച്ച് ഒന്നും അറിയുന്നേയില്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇന്ന് രസകരമായിട്ടുള്ള 2 പ്രസ്താവനകൾ പറയാം. പാലക്കാട് 2 പേർക്ക് കോളറ സ്ഥിരീകരിച്ചു എന്ന് ആരോഗ്യമന്ത്രി പറയുകയാണ്. അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ നിന്ന് വാർത്താക്കുറിപ്പ് ഇറങ്ങുകയാണ്. തൊട്ട് പിന്നാലെ പാലക്കാട് DMO പറയുകയാണ് അങ്ങനെ ആർക്കും കോളറയില്ല. രണ്ടാമത്തെ വാർത്താക്കുറിപ്പ് വരുന്നു, കോളറ സംശയിക്കുന്നുവെന്ന്. വീണ്ടും പാലക്കാട് DMO പറയുന്നു അങ്ങനെ കോളറയില്ല എന്ന്. ഇപ്പോൾ പറയുന്നു കോളറയില്ല എന്ന്. അതുപോലെ തന്നെ ഷിഗല്ല സ്ഥിരീകരിച്ചുമായി ബന്ധപ്പെട്ട്, നിപ്പ സ്ഥിരീകരിച്ചുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഒന്ന് പറയുന്നു, അതുപോലെ തന്നെ വകുപ്പ് സെക്രട്ടറി ഒന്ന് പറയുന്നു, ജില്ലാ കളക്ടർ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നു. ഇത്തരത്തിൽ ഏതാണ്ട് കുത്തഴിഞ്ഞ് കിടക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഈ സർക്കാരിൻ്റെ പല വകുപ്പുകളിലും കാണുന്നൊരു സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇത്തരം പൊളിറ്റിക്കൽ മിസ്റ്റേക്കുകൾ വി ഡി സതീശൻ സർക്കാരിൽ നിന്നുണ്ടാകുന്നത്. ഏതായാലും ഈ പ്ലീഡർ നിയമനമായിക്കോട്ടെ, പി എം ശ്രീയുടെ കാര്യമായിക്കോട്ടെ, ഈ സർക്കാരിൻ്റെ പല തീരുമാനങ്ങളിലും വലിയ രാഷ്ട്രീയ സംശയങ്ങളുണ്ട്. ഈ സർക്കാരിൻ്റെ രാഷ്ട്രീയ നിലപാടുകളിൽ സംശയമുണ്ട്. ഞാൻ ഇന്നലെ കോട്ട് ചെയ്ത് ഒന്നുകൂടി പറയാം. രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യം യോഗത്തിൽ നടത്തിയ പ്രസംഗത്തിൽ RSSന് മുന്നിലും BJPക്ക് മുന്നിലും കോൺഗ്രസ് ഒരു കാലത്തും മുട്ടുമടക്കില്ല. അങ്ങനെ മുട്ടുമടക്കേണ്ടി വന്നാൽ അതിനു മുൻപ് കോൺഗ്രസ്സുകാരനായി തന്നെ ഓരോ കോൺഗ്രസ്സുകാരും മരണപ്പെട്ടിരിക്കും. അതല്ല എങ്കിൽ ഞങ്ങളുടെ ശിരസ്സുകൾ കട്ട് ചെയ്യൂ എന്നാണ് രാഹുൽ ഗാന്ധി ഇന്നലത്തെ കഴിഞ്ഞ ദിവസം നടന്ന ഇന്ത്യ സഖ്യം യോഗത്തിൽ പറഞ്ഞത്. അങ്ങനെ രാഹുൽ ഗാന്ധി ദേശീയ തലത്തിൽ പ്രസംഗിച്ച് BJPക്കെതിരെയും RSSനെതിരെയും വലിയ നീക്കങ്ങൾ നടത്തുമ്പോൾ ഇവിടെ RSSുമായും BJPയുമായും ഈ സർക്കാരിന് ഒരു മൃദു സമീപനമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള നിയമനങ്ങളാണ് കഴിഞ്ഞ 26 ദിവസങ്ങളിലുള്ളിൽ പല ഘട്ടങ്ങളിലായിട്ടുണ്ടായത്. അതിൽ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഈ ദേവസ്വം വകുപ്പിലെ ഗവൺമെൻറ് പ്ലീഡർ നിയമനം എന്ന് പറയുന്നത്. ഏതായാലും ആ ഒരു രാഷ്ട്രീയ വിവാദം അത് ഗൗരവമായി തന്നെ ഉയർന്നത് കൊണ്ടാണ് ഈ രാജി വേണ്ടി വന്നത്. അതല്ല എങ്കിൽ ഇദ്ദേഹത്തിന് ഈ വകുപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിൽ നിലനിർത്താൻ എല്ലാ നീക്കങ്ങളും ഈ സർക്കാർ നടത്തിയേനെ എന്നാണ് ഞാൻ സംശയിക്കുന്നത്. Meet the editors.